Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താ പറ്റിയത്? ജോണിന്റെ കടയിൽ നിന്ന് ഡയമണ്ട് പൊട്ടിച്ചോണ്ട് ഓടിപ്പോയി. ശരി, നമുക്ക് പോകാം. വണ്ടിയിലെ കയറ്. ജോൺ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ബൈക്കിനെക്കാളും സ്പീഡിലാണ് സാറേ അവൻ ഓടുന്നത്. എങ്ങോട്ട് പോകും? ഞാൻ എങ്ങോട്ട് ഒളിച്ചു വെക്കും? ഇവിടെ ഒളിച്ചു വെക്കാം. അവര് പോയിന്നാ തോന്നുന്നത്. ഈ ഡയമണ്ടിനെ ഞാൻ എവിടെ സേഫ് ആയിട്ട് ഒളിച്ചു വെക്കാനാ? ഓഹോ, ഇനി ഞാൻ സിംഗം സാറിന്റെ കയ്യിൽ കുടുങ്ങിയാലും ആൾക്ക് ഈ ഡയമണ്ട് കിട്ടാൻ പോകുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ ഡയമണ്ട് ഞാൻ പതുക്കെ വന്ന് എടുത്തോളാം. മോട്ടു, മുഴുവൻ ഗ്രാമം നിങ്ങളുടെ ജോലി കാരണം വളരെ സന്തുഷ്ടരാണ്. അതുകൂടാതെ നിങ്ങൾ ഫുർഫുരി നഗറിന്റെ പേരാണ് ഉയർത്തിയിരിക്കുന്നത്. ഞങ്ങളാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേര് മോട്ടു നഗർ എന്നാണ് ആക്കിയിരിക്കുന്നത്. ദാ നോക്കൂ, ഞങ്ങൾ മുഴുവൻ ഗ്രാമത്തിന്റെ പേരില് നിങ്ങൾക്കായിട്ട് ഒരു തലപ്പാവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു മര്യാദയാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. താങ്ക് യു അമ്മാവ, താങ്ക് യു. ഞാനിനി ഈ തലപ്പാവ് ഒരിക്കലും അഴിക്കില്ല. ഇന്ന് മുതൽ ഈ തലപ്പാവ് 24 മണിക്കൂറും എന്റെ ഈ തലയിൽ തന്നെ ഉണ്ടാകും. കാരണം ഗ്രാമത്തിന്റെ ബഹുമാനം എന്റെ അഭിമാനമാണ്. അതെ അമ്മാവ. ഓഹോ, ഞാൻ എന്തായി ചെയ്തത്? അയ്യോ, ഇനി മോട്ടി ഈ തലപ്പാവ് അയക്കില്ലല്ലോ. ഈശ്വര, ഇനി ഞാനിപ്പോ ഡയമണ്ട് എങ്ങനെ എടുക്കും? ശരിയെങ്കിൽ മോട്ടു പതലു, ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്നാ ശരി അമ്മാവ, നമുക്ക് പിന്നീട് കാണാം. ഇപ്പൊ മോട്ടുവിന്റെ തലപ്പാവിൽ നിന്നും ആ ഡയമണ്ട് എടുക്കാനുള്ള വഴി ഞാൻ എങ്ങനെയെങ്കിലും നോക്കണം. ചിങ്കം സാർ, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തെരയുന്ന ഡയമണ്ട് ഇല്ലേ, മോട്ടു ആണ് കട്ടത്. എന്ത്? എന്റെ അമ്മോ, പക്ഷെ തന്റെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? പ്രൂഫ് ഉണ്ടോ? അതവൻ അവന്റെ തലപ്പാവയിലാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. അവന്റെ തലപ്പാവ അയച്ചാൽ അതിൽ കാണും. സത്യം പറയണമെങ്കിൽ അതുകൊണ്ട് അവൻ ആ തലപ്പാവ അയക്കുകയില്ല. എന്റെ അമ്മോ, എന്തോട് അവൻ അഴിച്ചൂടാ? ഞാൻ വിചാരിച്ചത് നടക്കും. ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. ഗെറ്റ് റെഡി, ചാർജ്. മോട്ടു, തന്റെ തലയുടെ മീതിലെ തലപ്പാവൊന്ന് ഊരി കാണിച്ചേ. കണ്ടില്ലേ സാറേ, കണ്ടില്ലേ? ഇന്നാ കണ്ടോളൂ, ഇങ്ങനെ നോക്കോളൂ, ഇങ്ങനെ നോക്കൂ. ഇല്ല, അത് പറ്റില്ല മോട്ടു. താനത് എന്റെ കയ്യില് തന്നിരിക്കണം. എനിക്കത് കാണണം, ആ തലപ്പാവ്. ഇല്ല സാറേ, ക്ഷമിക്കൂ. ഞാൻ ഒരിക്കലും ഇത് അഴിച്ച് കയ്യിൽ തരില്ല. അങ്ങനെ ചെയ്താൽ ഈ ഗ്രാമത്തിനെയും എന്റെ അമ്മാവനെയും അപമാനിക്കുന്നത് പോലെയാവും. അതുകൊണ്ട് ഞാൻ ഇത് ഒരിക്കലും അഴിക്കില്ല. എന്ത് ധിക്കാരമാണ് നിനക്ക്? ഇന്ത്യ നിയമമാണ് സത്യം. അതെനിക്ക് കണ്ടേ പറ്റൂ. ആ തലപ്പാവങ്ങ് ഊരി കാണിക്കേ. പാവ തലപ്പാവ്. ഇല്ല സാറേ, എനിക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഇത് അഴിക്കില്ല, മനസ്സിലായോ? മോട്ടു, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അത് ഊരാൻ. ഊരാനല്ലേ പറഞ്ഞത്? ഇപ്പൊ തന്നെ ഊരണം, വേഗം. മമ്മി, ഡാഡി, എന്റെ തല പൊളിഞ്ഞോ? എന്റെ അമ്മോ. നമ്പർ 1, എന്നെ പതുക്കെ ഇവിടെ ഇരുത്തിക്കടാ. നിങ്ങൾക്ക് ജോലിയില്ലാതെ പോയോ? നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ പോയോ? നിങ്ങൾക്ക് സന്തോഷക്കുറവുണ്ടോ? നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി തല്ലുകൂടുകയാണോ? നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ടോ? ശരിയോ സ്വാമി പറഞ്ഞത് കറക്റ്റാ. എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയൂ. മോട്ടുവിന്റെ തലയിൽ ഒരു തലപ്പാവ് വേണ്ടി കണ്ടില്ലേ എല്ലാവരും? ആ തലപ്പാവ് അവനെ അയക്കാൻ പറയൂ. അത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാകും. നിങ്ങൾ നിങ്ങളുടെ തലപ്പാവ് എടുത്ത് മാറ്റൂ. ഇല്ല, ഞാനിതൊരിക്കലും അഴിക്കില്ല. അനങ്ങിപ്പോവരുത്. ആരെങ്കിലും എന്റെ തലപ്പാവയിൽ കൈവച്ചാലുണ്ടല്ലോ.
ഐഡിയ. മോട്ടു, ഈ സമോസ കഴിച്ചിട്ട് നീ തുടങ്ങിക്കോ. വാടാ, വാടാ. മാറ്റിയേ പറ്റൂ. അയ്യോ, ഇല്ല, ഇല്ല. നമ്പർ 1, നമ്പർ 2 രക്ഷിക്കണേ. വലിയേട്ടാ, ഞങ്ങളെ രക്ഷിക്കൂ. മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ എന്താ സംഭവിച്ചെന്ന് പറ. മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഈ തലപ്പാവെ അയക്കുന്ന കാരണം ഒരു അപമാനവും ഇല്ല. ഞാൻ തന്നെ ഇത് അയച്ചു വിടാം. ആ ഇങ്ങോട്ട്. എന്റെ ചങ്ക എന്റെ ബ്രോ, എന്റെ ദേഹത്തെ എല്ലൊക്കെ മോട്ട് പൊട്ടിച്ചല്ലോ. നമസ്കാരം, ഞാൻ മോട്ടു നഗരത്തിന്റെ നേതാവാ. ആ നമസ്കാരം, നമസ്കാരം നേതാവേ. നമസ്കാരം, നമസ്കാരം. സുഖമാണോ നിങ്ങൾക്ക്? നിങ്ങൾ ഞങ്ങളുടെ നാടിന്റെ തലപ്പാവയെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൽ വളരെ സന്തോഷം. അതെ, അത് ശരിയാണ്. ഇദ്ദേഹം തലേന്ന് ഈ തലപ്പാവ് എടുത്ത് മാറ്റാറേയില്ല. അത് മാത്രമല്ല, ഈ കാര്യം ഇദ്ദേഹത്തോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, തലപ്പാവ് മാറ്റിവെക്കെന്ന്. എന്നാൽ ഇവൻ അത് കേൾക്കാറേയില്ല. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാടിന്റെ പേര് തന്നെ നശിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ എല്ലാവരും ഒരു കാര്യം പറയാ, നീ തലപ്പാവിന്റെ അകത്ത് ഒരു ഡയമണ്ട് ഒളിച്ചു വെച്ചിരിക്കാന്നാ പറയുന്നത്. രത്നങ്ങളോ? ഏത് രത്നങ്ങള്? അതുകൊണ്ടാണ് നീ നിന്റെ തലപ്പാവ് അയക്കാത്തെന്ന് അല്ല പറയുന്നത്. നേതാവേ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. നിങ്ങൾക്ക് എന്നെ നല്ലോണം അറിയാലോ. ഞാൻ ആരടുത്തൊന്നും മോഷ്ടിക്കുകയില്ല, ആരെ കൊണ്ട് മോഷ്ടിപ്പിക്കുകയില്ല. അപ്പൊ ആ തലപ്പാവിൽ ഒന്നുമില്ലെന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചേ. കൊറേ പേര് ഞങ്ങളുടെ നാടിന്റെ പേരിന് നാശം വരുത്തിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതേ മോട്ടു, ഇദ്ദേഹം ഇത്രയും പ്രാവശ്യം പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രാവശ്യം ആ തലപ്പാവഴിച്ച് കാണിച്ചുകൂടെ? ഇത് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയതല്ലേ? ശരി പത്ലു, നീ പറയുന്നോണ്ട് സമ്മതിക്കാം. മോട്ടു, ഇതാ നിന്റെ തലപ്പാവ. നീ പറഞ്ഞത് സത്യമാണ്, ഇതിലൊന്നുമില്ല. ശരി, എന്നാ ഞാൻ പുറപ്പെടട്ടെ. അതെ സാറേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു കൈ കൊണ്ട് ആരും നമസ്കാരം പറയാറില്ല. 2 കൈകളും കൂടെ കൂപ്പിയിട്ടാ പറയുന്നത്. അല്ലെങ്കിൽ അത് ഞങ്ങൾക്കൊരു അപമാനമാണ്. ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. മോട്ടു, ഇയാള് തലപ്പാവിൽ നിന്നും ആ രത്നങ്ങൾ അടിച്ചു മാറ്റി. അതുകൊണ്ടാണ് കൈ പൊക്കാത്തത്. ഇയാളുടെ കൈ തുറപ്പിക്കും മോട്ടു. ആ വൈരം എന്റേത്. എന്റേതാണോ വൈരം? ആ വയനം എന്റേതാ. എനിക്ക് വേണം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ആ വൈരം ആ വയനം എന്റേതാണ്. ആ വയനം എന്റേതാ. ദേ, ആ ഈഗിള് വൈരവും കൊണ്ട് പോകുന്നത് കണ്ടില്ലേ? ഓ, അപ്പൊ ഇത് നീയായിരുന്നു അല്ലേ ജോൺ? ആ രത്നം നീ മോഷണം ചെയ്തിട്ട് മോട്ടോയുടെ തലപ്പാവിൽ അത് ഒളിപ്പിച്ചു വെച്ചു. അതുകൊണ്ടാണ് നീ പല വഴികൾ ഉപയോഗിച്ച് അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടുപോകാൻ നോക്കിയത് അല്ലേ? ഡോക്ടർ ജട്ക, നമുക്ക് ഇവനെ നമ്മുടെ കൂടെ കൊണ്ടുപോവാം. ഇവനാണ് ആ രത്നം മോഷ്ടിച്ചത്. ഇവൻ തന്നെ അത് തിരിച്ചു കൊണ്ട് തരുകയും ചെയ്യും. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? വന്നേ ജോൺ. വേണ്ട ചിക്കൻ സർ. ചെന്ന് അതിന്റെ അടുത്ത് നിന്ന് ആ ഡയമണ്ട് എടുത്തോണ്ട് വാ. ഇല്ലെങ്കിൽ നിന്നെ ഈ പർവ്വതത്തിന്റെ അടിയിൽ ഞങ്ങൾ വലിച്ചെറിയും. ഇതൊക്കെ ചീറ്റിംഗ് ആണ്, അന്യായമാണ്.
ഇതെന്താ എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അയ്യോ ഈശ്വര, ഒന്നിങ്ങ് നീങ്ങി നിക്കാവോ? എനിക്ക് ഡയമണ്ട് മാത്രം മതി, വേറെ ഒന്നും വേണ്ടായേ. എന്നെ ഒന്ന് സഹായിക്കാമോ? അയ്യോ ഇതെന്താ ഇങ്ങനെ അടുത്ത് വരുന്നത്? എനിക്ക് മാത്രം എന്താ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? അയ്യോ എന്നെ വിട്ടേക്ക് ചിങ്ങം സാർ, എന്നെ രക്ഷിക്ക്. ചിങ്കം സാറേ, ഇന്ന് നിങ്ങളുടെ ഡയമണ്ട്. ദയവീത് എന്നെ താഴെ വിടല്ലേ ചിങ്ങം സാർ, എന്നെ രക്ഷിക്കണേ please. Watch India's largest kids library only on Geo Hotstar. Download the app now.